ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഫോർമുലാസ് ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അടുത്തത്, ഒരാൾ ഒരു നിശ്ചിത ദൂരം h km/h വേഗത്തിലും അത്രയും തന്നെ ദൂരം 5 km/h വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ആവറേജ് സ്പീഡ് 2hy/h+y ആയിരിക്കും. അടുത്തത്, AB ഇവർ ഒരേ ദൂരം സഞ്ചരിച്ച സ്പീഡിൻ്റെ റേഷ്യോ A:B ആയാൽ അവർ സഞ്ചരിക്കാനെടുത്ത സമയത്തിൻ്റെ റേഷ്യോ B:A ആയിരിക്കും. ഈ ചോദ്യം നോക്കൂ. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 35 km/h വേഗത്തിൽ, തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 15 km/h വേഗത്തിൽ സഞ്ചരിച്ചു. ആകെ സഞ്ചരിക്കാനെടുത്ത സമയം 4 മണിക്കൂർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വീടും ഓഫീസും തമ്മിലുള്ള ദൂരം. അപ്പോൾ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2hy/h+y ഈസ് ഈക്വൽ ടു 2 × 35 × 15 by 35 + 15 ഈസ് ഈക്വൽ ടു 2 × 35 × 15 by 50. ഇനി 2ഉം 50യും ക്യാൻസൽ ചെയ്യാലോ. 50യെ ക്യാൻസൽ ചെയ്ത് 25, 2നെ ക്യാൻസൽ ചെയ്ത് 1. 25ഉം 35ഉം 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 35നെ ക്യാൻസൽ ചെയ്ത് 7, 25നെ ക്യാൻസൽ ചെയ്ത് 5. ഇനി 5ഉം 15ഉം ക്യാൻസൽ ചെയ്യാം. 15നെ ക്യാൻസൽ ചെയ്ത് 3, 5നെ ക്യാൻസൽ ചെയ്ത് 1. അപ്പോൾ 7 × 3 ഈസ് ഈക്വൽ ടു 21 km/h. സ്പീഡ് 21 km/h എന്ന് കിട്ടി. ആകെ സഞ്ചരിച്ച ദൂരം ഇനി കണ്ടുപിടിക്കാമല്ലോ. ആകെ സഞ്ചരിച്ച ദൂരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ സഞ്ചരിക്കാനെടുത്ത സമയം 4 മണിക്കൂർ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ദൂരം സ്പീഡ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 21 × 4 ഈസ് ഈക്വൽ ടു 84 km. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ആണ് 84 km. അപ്പോൾ വീടും ഓഫീസും തമ്മിലുള്ള ദൂരം എന്താണ്? അതിൻ്റെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ ഉത്തരം 42 km. അടുത്ത ചോദ്യം, ഒരു സൈക്കിൾ 5 km ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 km സഞ്ചരിക്കാനെടുത്ത സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? ആദ്യം സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, 5/25 km/min. ഇനി 3.5 km സഞ്ചരിക്കാനെടുത്ത സമയം കാണാമല്ലോ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു 3.5/5/25. ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3.5/5 × 25. ഇനി 5ഉം 25ഉം ക്യാൻസൽ ചെയ്യാം. 5 ക്യാൻസൽ ചെയ്ത് 1, 25നെ ക്യാൻസൽ ചെയ്താൽ 5. അപ്പോൾ 3.5 × 5 ഈസ് ഈക്വൽ ടു 17.5 മിനിറ്റ്. ഉത്തരം 17.5 മിനിറ്റ്. അടുത്ത ചോദ്യം നോക്കാം. കണ്ണൂരിൽ നിന്ന് 45 km/h സ്പീഡിൽ 6 മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തി. തിരിച്ച് കാറിൽ 5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തണം. അപ്പോൾ കാറിൻ്റെ സ്പീഡ് എത്ര? ആദ്യം ദൂരം കണ്ടുപിടിക്കുക അല്ലേ. കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന സ്പീഡും ടൈമും ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, 45 × 6. ഇവിടെ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ സമയം കളയണ്ട. സ്പീഡല്ലേ, കാറിൻ്റെ സ്പീഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്തത് കാറിൻ്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, 45 × 6/5. 5ഉം 45ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 9 × 6 54 km. ഉത്തരം 54 km.